നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഒന്നുകിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് VS ജോയ്. സഭകളെ തൃപ്തിപ്പെടുത്താൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ കഴിയുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുത്ത് ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം ഏറെ കാലമായി താമരശ്ശേരി രൂപതയ്ക്കുണ്ട്. സഭയുടെ താല്പര്യവും കോൺഗ്രസിലെ ഗ്രൂപ്പിസവും സാമുദായിക പ്രാതിനിധ്യ ചർച്ചകളും എല്ലാം ചേർത്ത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ചർച്ച കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ പൊട്ടിത്തെറിക്കാനായി കാത്തു നിൽക്കുന്ന വലിയൊരു സംഘം നേതാക്കൾ മലപ്പുറത്ത് തന്നെ തമ്പടിച്ചു നിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള സ്നേഹത്തെക്കാൾ മലപ്പുറത്തെ കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന AP അനിൽകുമാറിനോടുള്ള പ്രതിഷേധമാണ് കാരണം തന്നെ. വളരെ ജൂനിയറായ VS ജോയിയെ മലപ്പുറം DCC പ്രസിഡന്റ് ആക്കിയത് AP അനിൽകുമാറിന് വലിയ പങ്ക് തന്നെയാണുള്ളത്. മുതിർന്നവരെ തഴഞ്ഞും സാമുദായിക പ്രാതിനിധ്യം അട്ടിമറിച്ചുമാണ് ജോയിയെ കൊണ്ടുവന്നത് എന്നുള്ള വിമർശനം ഷൗക്കത്തിനോടൊപ്പമുള്ളവർക്ക് നന്നായി ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സാമുദായിക ഗ്രൂപ്പ് സീനിയോറിറ്റി ഘടകങ്ങൾ അവഗണിച്ചാൽ ഈ വികാരങ്ങളെല്ലാം എതിർപക്ഷം വീണ്ടും ഉയർത്തുക തന്നെ ചെയ്യും. അനിൽകുമാറിന്റെ താല്പര്യം മറികടന്ന് സ്ഥാനാർത്ഥിയെ വെക്കാൻ സാധ്യത കുറവ് തന്നെയാണ്. അനിൽകുമാറിന് KC വേണുഗോപാലിനോടുള്ള സ്വാധീനം പ്രധാന ഘടകം തന്നെയാണ്. AP അനിൽകുമാർ മലപ്പുറം കോൺഗ്രസിലെ അധികായകനായതോടെ A ഗ്രൂപ്പിനെയും ആര്യാടനൊപ്പം നിന്നവരെയും സമ്പൂർണ്ണമായി വെട്ടിനിരത്തുന്നു എന്നൊരു പരാതി നേരത്തെ മുതൽക്ക് ഉള്ളത് തന്നെയാണ്. മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവർ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് ഷൗക്കത്തും ഒപ്പമുള്ളവരും ചേർന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ മലപ്പുറത്ത് ശക്തി പ്രകടനവും നടത്തിയിരുന്നു. 2021 VV പ്രകാശിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കിയത് ആര്യാടൻ ഷൗക്കത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ഷൗക്കത്തിനെ മാറ്റിയത് A ഗ്രൂപ്പിന് ക്ഷീണവുമായിരുന്നു. നിലമ്പൂരിൽ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ പിന്നെ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഷൗക്കത്തും ടീമും. 1 ഡസൻ DCC ഭാരവാഹികളും 10-ലധികം KPCC ഭാരവാഹികളും ഷൗക്കത്തിന് പിന്തുണയായി ഒപ്പം നിൽക്കുകയാണ്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ സാമുദായിക പ്രാതിനിധ്യം പാടെ അവഗണിക്കുന്നതിന് തുല്യമാകും അത് എന്നുള്ള ഒരു നിലപാടാണ് ഷൗക്കത്തിന് ഒപ്പമുള്ളവർ പറയുന്നത്. 46% മുസ്ലിങ്ങളും 43% ഹിന്ദുക്കളും 11% ക്രിസ്ത്യാനികളുമാണ് നിലമ്പൂരിലുള്ളത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കത്തോലിക്ക സഭയെ തൃപ്തിപ്പെടുത്താമെന്നുള്ള വാദം VS ജോയിയെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട്. ഈ വാദം ഷൗക്കത്തിനൊപ്പമുള്ളവർ തള്ളുകയാണ്. ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിൽ ഒന്നിന്റെ ഭാഗമാണ് VS ജോയ്. അങ്ങനെയിരിക്കെ കത്തോലിക്ക സഭ ഒരു കാരണവശാലും VS ജോയിയിൽ സാമുദായികമായി തൃപ്തിപ്പെടില്ല എന്നാണ് അവരുടെ വാദം. നിലമ്പൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നുള്ള നിലപാട് പല മുസ്ലിം സംഘടനകൾക്കുമുണ്ട്. VS ജോയിക്ക് വേണ്ടി ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് VD സതീശൻ തന്നെയാണ്. KC വേണുഗോപാലും AP അനിൽകുമാറും തന്ത്രപരമായി മൗനം പാലിക്കുമ്പോൾ സതീശൻ ജോയിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക തന്നെയാണ്. മുനമ്പം വിഷയത്തിൽ അകന്ന ക്രിസ്ത്യൻ സമുദായാംഗങ്ങളെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്താമെന്നാണ് VD സതീശൻ കരുതുന്നത്.